പട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു 2013 അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാനവർ വധക്കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർക്ക് ഊരി നിന്നിട്ട് ഭക്ഷണം വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരം അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നും അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെ ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ, പിന്നെ ഞങ്ങളുടെ തടവുകാർക്ക് ഒരു പായ, ഒരു ജംകാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക. അതിലുപരി ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക, തലയണ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ, 10,000 വരെ കോസ്മെറ്റിക് ഐറ്റംസുകൾ, മിറർ, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു. അപ്പോൾ ബിന്ദാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ, അവളുടെ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ബിന്ദാസിന് കൊടുത്തു. അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് നമ്പറൊക്കെ എടുത്തു. അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി. ആ സമയത്തും സൂപ്രണ്ട് നടപടി നിർത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി ചെയ്തിട്ടു, അതിന് നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈരളി പീപ്പിളിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാൻ ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു. പുറത്തേക്ക് പോയി പരാതി. അങ്ങനെ പുറത്തേക്ക് പരാതി പോയി കൈരളി പീപ്പിൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു. എന്തൊരു പ്രോഗ്രാം ഉണ്ടായെന്ന് തോന്നുന്നു. അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു. കാരണം അവർക്ക് ഈ പരാതിനെ കുറിച്ചല്ല അറിയേണ്ടിരുന്നത്. എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത്. പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് DAG പ്രദീപ് സാറ്, പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം, ഒരു 3 പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു. DAG എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ അവിടെ തന്നെ കിടക്കുന്നൊക്കെയാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. മാത്രമല്ല ഈ പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ്. ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷം ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂർ ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി. അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി ജില്ലാ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേര് നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് വിവരാവകാശം വെച്ചതെന്ന് വെച്ചാൽ ഷെറിൻ കാനോർക്ക് ജീവനും ശിക്ഷയോടൊപ്പം തന്നെ 392 എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു. അതായത് റോബറി, ഒരു റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അതിൽ പരോൾ 2-3 വർഷത്തേക്ക് കൊണ്ട് തടയുന്നുണ്ട്. കാരണം ആ 392 പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ജയിലിൽ പ്രിസൺ റൂൾസിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതേസമയം ജയിലിൽ 1 വർഷത്തിനകം ഷെറിന് പരോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരോൾ അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാവകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്ക് നടപടി നിർത്തില്ല. പകരം 2 ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി. ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്ഥലം മാറ്റുമ്പോൾ DAG പ്രദീപ് സാറിന് അടക്കം ജയിലത്തെ 1-2 സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു, ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ വീണ്ടും വിവരാവകാശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി തന്നില്ല. പകരം ഷെറിനെ വിയൂർ ജയിലിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തു. പിന്നെ ഷെറിന് ഇവിടെ വന്നിട്ട് വിയൂർ ജയിലിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാൻ നടന്നില്ല. ഇവിടെ സെല്ലിൻ്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം, ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കൊട എഴുതി കൊടുത്തു, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും പരാതി കൊടുത്തു ഞാൻ. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ 14 വർഷത്തെ കാലയളവായിട്ട് ജയിലിൽ എടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിൻ്റെ സർല മേഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡറുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസമുള്ളൂ എന്നൊക്കെ. കാരണം അപ്പം വെച്ചാൽ 19-20 വർഷത്തിലേറെയായിട്ട് അവിടെ 5-6ഓളം സ്ത്രീ തടവുകാർ എടുക്കുന്നുണ്ട്.